നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുണ്ട്. നമ്മളെ പുതിയ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഈ ട്രേഡ് വിത്ത് മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞതിന്റെ 3 സെറ്റപ്പ് നമുക്ക് ഒരു ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രേഡ് സെറ്റപ്പും, രണ്ടാമത് ഫുൾ ടൈം പ്രൊഫഷണൽ ട്രേഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതും, മൂന്നാമത് മാർക്കറ്റ് പ്രൊഫൈൽ സ്വന്തമായിട്ട് പഠിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ളവർക്കും വേണ്ടിയിട്ടുള്ള 3 തരത്തിലുള്ള ഒരു കോഴ്സ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതിന്റെ പുതിയ ബാച്ച് ഇപ്പം അടുത്ത മാസം അതായത് സെപ്റ്റംബർ മാസത്തോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് വ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ഇന്ന് നല്ല അടിപൊളി ദിവസമായിരുന്നു മാർക്കറ്റിനെ സംബന്ധിച്ച്. അടിപൊളി 6 ദിവസമായിരുന്നു. മാർക്കറ്റ് താഴെയും മുകളിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, നല്ല കിടിലമായിട്ട് നിഫ്റ്റി പോയി ഒറ്റയടിക്ക് താഴേക്ക് ഇറങ്ങി അല്ല അടിപൊളി തിരിച്ചു കയറി. അതായത് ഹീറോ ടു സീറോയും കിടിലൻ ട്രേഡ് ലെവൽ ട്രേഡിംഗ് പെർഫെക്റ്റ് ആയിട്ട് വർക്കായ ദിവസമായിരുന്നു ഇന്ന്. 25,103 മുകളിൽ ഞാൻ ബുള്ളിഷ് പറഞ്ഞായിരുന്നു. അത് കൃത്യം പറഞ്ഞ 190 155 അതിന് മുകളിൽ 210 വരെ നിഫ്റ്റി പോയായിരുന്നു. തിരിച്ച് താഴേക്ക് അടിച്ചായിരുന്നു. അപ്പം നിഫ്റ്റിയെ സംബന്ധിച്ച് 24,984 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. അത് ഇന്നും നമ്മൾ സപ്പോർട്ടീവായിട്ട് എടുത്തിട്ടുണ്ട്. മാർക്കറ്റ് ആ രീതിക്കാണ് മുന്നോട്ട് പോയിരിക്കുകയും ചെയ്യുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നല്ല കിടിലൻ ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു. ലെവൽ ട്രേഡിംഗ് നല്ല പോയിന്റ് ക്യാച്ച് ചെയ്യാൻ പറ്റി. അല്ല അധികം വലിയ പരിക്കൊന്നും ആർക്കും വന്നിട്ടില്ല. നമ്മുടെ റൂമിലൊക്കെ എല്ലാവർക്കും പ്രോഫിറ്റ് ആയിരുന്നു. നല്ല കിടിലൻ ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ഇന്ന് അമേരിക്ക മാർക്കറ്റിലെ കുറച്ച് ഡേറ്റാസ് ഒക്കെ വളരെയധികം പോസിറ്റീവായിട്ടാണ് വന്നേക്കുന്നത്. കാരണം ഇന്ന് അമേരിക്കയുടെ GDP ഡേറ്റ 2.8 ഇന്ന് 3% ആയിട്ട് മാറിയിട്ടുണ്ട്. അത് വളരെയധികം പോസിറ്റീവാണ്. GDPയുടെ പ്രൈസ് ഇൻഡെക്സ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ വന്ന് 2.5 ആണ്. കണ്ടിന്യൂസ് ജോബ്ലെസ് ക്ലെയിം 18680K ആയിരുന്നു. വളരെ കുറവാണ് കുറച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ. രണ്ടാമത് അമേരിക്കയുടെ തന്നെ ഏതാണ് നമ്മുടെ ഇത് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം അതും കുറഞ്ഞു. ചുരുക്കി പറഞ്ഞ അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഡേറ്റകളെല്ലാം വളരെയധികം പോസിറ്റീവായ ഡേറ്റയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നാളെ നമുക്ക് നോക്കേണ്ടത്, അതായത് ഇന്ന് വെള്ളിയാഴ്ച ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വെള്ളിയാഴ്ച വൈകിട്ടത്തേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം കുറച്ചും കൂടെ ഒരു 1-2 കാര്യങ്ങൾ നമുക്ക് ഇന്ന് വരുന്നത് നമ്മുടെ ഇന്ത്യയുടെ 1-2 ഡേറ്റാസ് ഇന്ന് വൈകിട്ട്, അതായത് നമ്മുടെ RBIയുടെ ക്രെഡിറ്റിന്റെ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ഉണ്ട്. പിന്നെ റിസർവ് FX ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇന്ന് വൈകിട്ട് വരുന്നു. നമ്മളെ ഫെഡറലിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ ഡേറ്റ വൈകിട്ട് വരുന്നു. യൂറോപ്പിന്റെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. അത് ഉച്ചയ്ക്ക് 2:30 മണിക്കൊക്കെയാണ് വരുന്നത്. അത് കൂടാതെ ഇന്ത്യയുടെ തന്നെ GDP നമ്മുടെ ഡേറ്റ ക്വാർട്ടറിലെ ഡേറ്റ ഈ പ്രാവശ്യവും വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളും അമേരിക്കയുടെ തന്നെ പ്രൈസ് ഇൻഡെക്സും ഇങ്ങനെ കോർ PCE അങ്ങനെ 1-2 ഡേറ്റാസും ഇന്ന് വൈകിട്ട് വരുന്നുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഡേറ്റ ഇന്ന് വ്യാഴാഴ്ച വന്ന ഡേറ്റകൾ, അതായത് ഇന്നലെ രാത്രി വന്ന ഡേറ്റകളെല്ലാം വളരെയധികം പോസിറ്റീവായ ഡേറ്റയാണ്. പ്രത്യേകിച്ച് GDP ഡേറ്റ എല്ലാം വളരെ പോസിറ്റീവായ ഡേറ്റയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മാർക്കറ്റ് 25,500 വരുമോ എന്ന് ചോദിച്ചുള്ള ഒരു ക്യാപ്ഷൻ നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. ആ ക്യാപ്ഷൻ പ്രകാരമുള്ള നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിക്കൊണ്ട് നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിന്റെ വ്യൂവിലേക്ക് നമുക്ക് കടക്കാം. നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂ പ്രകാരം നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്. നിഫ്റ്റിയുടെ പ്രൊഫൈൽ പ്രകാരം ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് വിത്ത് സ്പൈക്ക് ആണ്. സ്പൈക്കിന്റെ കുറച്ച് ഭാഗം ഉണ്ടെങ്കിലും ക്ലോസ് വന്ന് ഈ ന്യൂട്രൽ എക്സ്ട്രീം അപ്പിന്റെ ഭാഗത്താണ്. ഇന്ന് നിഫ്റ്റി ഏകദേശം പറയുകയാണെങ്കിൽ 24,984 എന്ന് പറഞ്ഞ ഈ ഏരിയയിൽ നിഫ്റ്റി ഇന്ന് ഫെയിൽഡ് ഓപ്ഷൻ തന്നിട്ടുണ്ട്. സോ ആ ഫെയിൽഡ് ഓപ്ഷൻ വന്നത് പ്രകാരം നിഫ്റ്റി 25,178 ടാർഗറ്റ്. അത് വന്നു ഇന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം LP തന്നെ ആ ടാർഗറ്റ് വരികയും ചെയ്തു. ഇന്ന് നല്ല അടിപൊളി അടാറ് ബൈ നടന്നു. DASും FISും നല്ല ഹ്യൂജ് ബൈസ് നടന്നിട്ടുണ്ട്. ആ ബൈ ഏകദേശം ഈ ലോവർ ലെവലിന്റെ ഭാഗത്താണ് നടന്നതാണ് തോന്നുന്നത്. ആക്ച്വലി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ആ ഒരു ബൈ നടന്നത്. നല്ല വൃത്തി ഒരു ബൈ JP Kയിൽ നടന്നു. ആ ബൈ മാർക്കറ്റിലേക്ക് വന്ന് ക്യാഷ് ഇൻഫ്ലോ മാർക്കറ്റിലേക്ക് വന്നതുകൊണ്ടായിരിക്കണം മാർക്കറ്റ് കയറിപ്പോയത്. അപ്പൊ സ്വാഭാവികമായി നല്ല അടിപൊളി ദിവസമായിരുന്നു. ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ക്ലോസ്. നമ്മൾ നിഫ്റ്റിയുടെ VWAPും POCയും വന്നിരിക്കണം 25,104ന്റെ ഭാഗത്തും 25,095ന്റെ ആണ് POC. അപ്പൊ 105 എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ജൂലൈ മാസം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ സെപ്റ്റംബർ മാസത്തെ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,273ന്റെ ഭാഗത്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്.
നമ്മുടെ നമ്മുടെ കറണ്ട് ഓഗസ്റ്റ് മന്ത് ക്ലോസ് ചെയ്യിക്കണം 25,155 ഭാഗത്ത് ഏകദേശം 120 പോയിന്റിന്റെ ഗ്യാപ്പാണ് ഈ പ്രീമിയത്തിലാണ് നമ്മൾ ഓഗസ്റ്റും സെപ്റ്റംബറും തമ്മിൽ നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഗ്യാപ്പ് എന്തായാലും മാർക്കറ്റിൽ പ്രതിഫലിക്കുന്നതാണ്. അതുകൂടാതെ അമേരിക്കൻ മാർക്കറ്റ് നിങ്ങൾ നോക്കുമ്പോൾ ഏകദേശം പറഞ്ഞാൽ ഡൗ ജോൺസും ഒരു 430 പോയിന്റ് അടുപ്പിച്ച് ഡൗ ജോൺസ് കയറിയിട്ടുണ്ട്. S&P ഏകദേശം പറയുകയാണെങ്കിൽ 59-60 1% S&P അപ്പാണ്. നാസ്ഡാക്കും 1% മുകളിൽ നാസ്ഡാക്ക് അപ്പാണ്. നമ്മുടെ നിഫ്റ്റി നമ്മുടെ ഈ ഇപ്പം കാണുന്ന നിഫ്റ്റി ഏകദേശം 25,315 നമ്മുടെ സെപ്റ്റംബർ മാസം നിഫ്റ്റി നിൽക്കുന്നത് 25,315 ഭാഗത്താണ് നിഫ്റ്റി. അതായത് പുതിയ ഹൈ ഇന്ന് നിഫ്റ്റി വന്നിട്ടുണ്ട്. സോ നമ്മൾക്ക് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ആ രീതിക്ക് നോക്കിക്കൊണ്ടായിരിക്കും നമ്മുടെ മാർക്കറ്റിൽ മുന്നോട്ട് പോകുന്നത്. സോ നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 25,224 മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ സംബന്ധിച്ച് അതാണ് നമ്മളെ ഒരു ബൈയിങ്ങിന്റെ ഒരു ബുള്ളിഷ് റെഫറൻസ് ആയിട്ട് വരും. 25,224 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 25,340 എന്ന് പറഞ്ഞ SD ബാൻഡ് 20,343 പറഞ്ഞ SD ബാൻഡും 343 മുകളിൽ 25,399 25,399 മുകളിൽ 25,446 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഓർത്തോളുക, നിഫ്റ്റിയിൽ 25,500 എന്ന് പറഞ്ഞാൽ വലിയ ഇവിടുന്ന് കൂടിപ്പോയി 1% മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മളെ സെപ്റ്റംബർ മാസം ഫ്യൂച്ചറിന് 25,270 ക്ലോസിംഗ് ആയതുകൊണ്ട് ഒരു 1% മൂവ് വന്നാൽ 25,500 എന്ന് പറഞ്ഞ മാർക്കറ്റ് എത്തും. അപ്പൊ ഓർത്തോളുക, 25,223 നമ്മുടെ ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,280 280 മുകളിൽ 25,343 343 മുകളിൽ 25,446 അതിന് മുകളിൽ 25,446 എന്ന് പറഞ്ഞ ലെവലിൽ നിഫ്റ്റി ഫ്യൂച്ചർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ലെവൽ നമുക്ക് മാർക്കറ്റ് വെക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കുക, ഇന്ന് മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് നാളത്തെ ഈ നിഫ്റ്റിയിലെ ഈ ലെവൽ ട്രേഡിംഗ് വർക്ക് ആവാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഈ ഒരു പ്രീമിയം 120 പോയിന്റ്സിന്റെ പ്രീമിയം മാർക്കറ്റ് ഉള്ളത് കൊണ്ട് അത് നമ്മുടെ കാൽക്കുലേഷനെ മൊത്തത്തിൽ ബാധിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ ഞാൻ ആ ഒരു ലെവൽ നിങ്ങൾക്ക് വേണ്ടി മാർക്ക് ചെയ്ത് വെക്കുക. 25,105 നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ. സോ ആ ഒരു 25,105 എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ ഞാൻ ലീവാപ്പ് ആയതുകൊണ്ട് ഞാൻ അത് മാർക്ക് ചെയ്ത് അപ്പൊ അത് നമുക്കൊരു ബൈയിങ് ഏരിയ ആണ്. സോ 25,224 നമുക്ക് നമ്മളെ സംബന്ധിച്ച് 25,224 നമ്മളെ സംബന്ധിച്ച് ഒരു എത്ര 25,224 എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു സ്ട്രോങ് സപ്പോർട്ട് ഇപ്പൊ സപ്പോർട്ടീവായിട്ട് കണക്ട് ചെയ്യാം. നമ്മളെ മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്തപ്പം ഫ്യൂൽ നമ്മൾ നോക്കുമ്പോൾ റെസിസ്റ്റൻസ് എടുക്കുകയാണ്. സോ അതിന് മുകളിൽ നമുക്ക് 25,285 അതിന് മുകളിൽ 25,346 25,346 അതിന് മുകളിൽ 25,399 25,399 അതിന് മുകളിൽ 446 എന്ന് പറഞ്ഞ ലെവലും വരാൻ 25,446 ലെവലും വരാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ നമുക്ക് നാളെ 270 ഭാഗത്താണ് സെപ്റ്റംബർ മാസം ക്ലോസ് ചെയ്യുന്നത്. സ്വാഭാവികമായി നമ്മൾ ഈ ഒരു ഏരിയക്ക് മുകളിലേക്ക് നാളെ ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 346 റെസിസ്റ്റൻസ് അതിന് മുകളിൽ 399 അതിന് മുകളിൽ 446 ലെവലിലേക്ക് പോവാം. ഇനി താഴേക്ക് വരുമ്പോൾ നമുക്ക് 25,155 ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. 25,155 എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. അത് നിങ്ങൾ ഓർത്തേക്കുക. അത് വന്ന് ഈ ഒരു സപ്പോർട്ടീവായിട്ട് വർക്ക് ചെയ്യും. നമ്മളെ മാർക്കറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ ഈ 25,150 നമുക്കൊരു കൺഫ്യൂഷൻ വരാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെപ്റ്റംബർ മാസം ഫ്യൂച്ചർ 25,270 നിൽക്കുകയാണ്. അപ്പൊ ഈ 150 എന്ന് പറയുമ്പോഴേക്ക് അയ്യോ സാറേ അത് കറക്റ്റ് അല്ല, നമ്മൾ ഇത്രയും അപ്പൊ ഞാൻ ഇവിടെ ഈ ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ അത് ഒരു റെസിസ്റ്റൻസ് കാണിക്കും. പക്ഷെ ആക്ച്വലി അടുത്ത മാസം ഫ്യൂച്ചറിൽ സപ്പോർട്ടാണ്. സോ ഇതൊരു സപ്പോർട്ടാണ്. അതിന് താഴെ നമുക്ക് 25,50 അതിന് താഴെ 24,980 എന്ന് പറഞ്ഞ സ്ട്രോങ് ഏരിയ 24,980 എന്ന് പറഞ്ഞ സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ്. സോ ഇതായിരിക്കും നാളെ നിഫ്റ്റിയിൽ വരുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഈ ലെവലൊക്കെ നാളത്തേക്ക് നിഫ്റ്റിയിൽ വർക്ക് ആവില്ല. പ്രത്യേകിച്ച് അപ്പർ സൈഡ് 25,285 മുകളിലുള്ള ലെവലുകളെല്ലാം നിഫ്റ്റിക്ക് വർക്കാവും. താഴോട്ട് ഈ ലെവലൊക്കെ സപ്പോർട്ടീവായിട്ട് വരും. ഞാൻ ഇവിടെ റെസിസ്റ്റൻസ് ആണെങ്കിൽ കൂടി അത് നമ്മുടെ സെപ്റ്റംബർ ഫ്യൂച്ചറിൽ സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇതൊന്നും നാളെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു ലെവലിനെ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് മാച്ച് ചെയ്യാൻ നോക്കുക. വേറെ ഒന്നുമില്ല നിഫ്റ്റി ഫ്യൂച്ചറിൽ പറയാനുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ നിങ്ങൾ നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൽ അധികം വല്ലാത്തൊരു ബൈയിങ് ഒന്നും കണ്ടിട്ടില്ല. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 4,175 ആണ്. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഏകദേശം പറയുകയാണെങ്കിൽ നോർമൽ ഡേ സ്ട്രക്ചർ ആണ്. അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആശാൻ ക്രോസ് ചെയ്തിരിക്കുന്നത് പി വാക്കിന്റെ POCന്റെ ഭാഗത്താണ്. അപ്പം
ഇനി ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ 51,600 മുകളിൽ മാത്രമേ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ബൈ ഉള്ളൂ. 51,540 നമ്മുടെ ഇന്നത്തെ POC. സോ ഓർത്തോളുക, 51,600 മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ 51,778 അതിന് മുകളിൽ 51,900 അതിന് മുകളിൽ 52,024 ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? 51,600 മുകളിൽ നിൽക്കുമ്പോൾ 51,778, 51,900 അതിന് മുകളിൽ 52,024. അപ്പൊ ഞാൻ ഈ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് ഒക്കെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പൊ ഇന്ന് നമ്മളെ ഇതെന്താണ് 51,540 ആണ് നമ്മളെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ POC. സോ ആ POCയുടെ കളർ ഞാൻ മാഗ്നീറ്റ കളർ കൊടുത്തേക്കാം. സോ നമുക്ക് 51,600 മുകളിൽ 51,600 മുകളിൽ മാത്രമേ നമുക്ക് ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത് ചെറിയൊരു റെസൻസ് ആണ്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുള്ള കാലം 51,778, അതിന് മുകളിൽ 51,900 51,900 അതിന് മുകളിൽ 52,024 എന്ന് പറഞ്ഞ ഒരു ലെവലും ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ വരാം. ഇതാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിന്റെ ലെവൽസ്, ഓർത്തോളുക. ഇനി നമുക്ക് നോക്കേണ്ട സപ്പോർട്ട്. സോ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മളെ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇനി ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 51,300 വളരെയധികം സ്ട്രോങ് ആയിട്ടുണ്ട്. ഇന്നത്തെ ഒരു സപ്പോർട്ടാണ്. 51,300 വളരെയധികം സ്ട്രോങ് ആണ്. സോ 51,300 എന്ന് പറഞ്ഞാൽ സ്ട്രോങ് സപ്പോർട്ടാണ്. 51,300 സ്ട്രോങ് സപ്പോർട്ടാണ്. അത് പൊട്ടിയാൽ മാത്രമേ ബാങ്ക് നിഫ്റ്റി ഇനി കുറച്ച് താഴേക്ക് വരാളൂ. അത് പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എങ്ങോട്ട് പോകും? അതിന് താഴെ നിൽക്കുമ്പോൾ അടുത്തത് 51,150 എന്ന് പറഞ്ഞ ഒരു സപ്പോർട്ടിലേക്ക് ബാങ്ക് നിഫ്റ്റി 51,150 അത് പൊട്ടുകയാണെങ്കിൽ അടുത്തത് 51,030 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 4-5 ദിവസത്തെ ബാലൻസ് ഏരിയയിലെ POC ആണ്. 51,30 അതൊരു വിർജിൻ POC ആണ്. അതിപ്പം അതുകൊണ്ട് ഞാൻ അതിന്റെ കളറിന് ഞാൻ മാഗ്നീറ്റ കൊടുത്തേക്കാം. അതിനുശേഷം അടുത്ത ഏത് വരെ വരാം? അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അതിന് താഴെ നിൽക്കുമ്പോൾ 50,842 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയിലേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതൽ. 50,842 എന്ന് പറഞ്ഞ ഈ ഒരു സപ്പോർട്ടും ബാങ്ക് നിഫ്റ്റിക്ക് എടുക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓർത്തോളുക, ഇതിപ്പം ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് നമുക്ക് ഇതാണ് നമ്മളെ 50,600 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 778, 900, 52,024. ഇനി 54,540 താഴെ നിൽക്കുകയാണെങ്കിൽ 51,300 അതിന് താഴെ 51,150, 51,130, 58,42 ഈ ലെവലിലേക്ക് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. സോ നമ്മുടെ പുതിയ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ട്രേഡ് ചെയ്യണം, കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അവർ ബാക്കിയുള്ള ഡിസ്കഷനും കാര്യങ്ങളെല്ലാം നിങ്ങളത് പറഞ്ഞു തരുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.